ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിറ്റുപനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ മറിയവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗാഢമായ ബന്ധം, അതിലൂടെ പല തിന്മയുടെ ശക്തിയെയും കീഴ്പ്പെടുത്തുവാനും ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പരിശുദ്ധ മറിയമാണ് എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യവും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വചനവും കൂടി ഒരുമിച്ച് ചേർന്ന ആ തിരുവചനങ്ങളാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചെല്ലുമ്പോൾ ഉരുവിടുന്നത്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവായ ദൈവം ഗബ്രിയേൽ മാലാഖ വഴി അറിയിച്ച സന്ദേശം ഓരോ ജപമാലയിലും നമ്മൾ ഉരുവിടുന്നത്. ഇതിലൂടെ നമ്മളിൽ സംഭവിക്കുന്നത് എന്താണ്? ആ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മളുടെ മേൽ നിറയുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 39 മുതൽ 45 വരെയുള്ള വചനത്തിൽ എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു എന്നൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. മറിയത്തെ കണ്ടപ്പോൾ പരിശുദ്ധാത്മാവിനാൽ എലിസബത്ത് നിറയുകയാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്നാണ് എലിസബത്ത് മറിയത്തെ കണ്ടപ്പോൾ സ്തുതിച്ച് പാടുക. അപ്പോൾ ആ കർത്താവിൻ്റെ നാമം എലിസബത്തിന് മനസ്സിലായി. എലിസബത്ത് ഒരു പ്രവാചികയായിട്ട് തീരുകയാണ് മറിയത്തെ കണ്ടപ്പോൾ. നമ്മളും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ട് ഒന്നാകുമ്പോൾ, അനേകരെ നമ്മൾ അഭിവാദനം ചെയ്യുമ്പോൾ അവരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് ക്രിസ്തുവിലുള്ള പരിമളമായി മാറുന്നത്? പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ പരിമളമായിരുന്നു. ആ പരിമളം സംഭവിക്കുന്ന എപ്പോഴാണ്? കർത്താവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ, കർത്താവിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ, രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും ക്രിസ്തുവിൻ്റെ പരിമളങ്ങളായി മാറുകയാണ്. വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട് 2 കൊറിന്തോസ് 2-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിൽ, ഞങ്ങൾ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സൗരഭ്യങ്ങളാണ് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുക. കാരണം പരിശുദ്ധ മറിയത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരുമ്പോൾ, ആ ഈശോയെ സഹായിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ, നമ്മൾ കർത്താവിൻ്റെ ഓരോ വചനവും അനുസരിക്കുമ്പോൾ നമ്മൾ ഈശോയെ സഹായിച്ചു കൊടുക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിലേക്കും അതുപോലെ ദൈവഹിതം നിറവേറ്റുന്നതിലേക്കും നമ്മൾ സഹായിച്ചു കൊടുക്കുകയാണ്. കർത്താവിൻ്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ പരിശുദ്ധ മറിയം ചെയ്തത് എന്താ? മറിയം എപ്പോഴും പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ നിന്നു കൊടുക്കുകയാണ്. ഈശോ അതാണ്, സ്വന്തം അമ്മയെ കണ്ടപ്പോൾ അഭിമാനിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആരാണ് നിൻ്റെ അമ്മയും സഹോദരരും എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. ആ പിതാവിൻ്റെ ഹിതം നിറവേറ്റിയതാണ് പരിശുദ്ധ മറിയം. ആ മറിയത്തെ ആണ് ഈശോ ഉദ്ഘോഷിക്കുകയാണ്, പിതാവിൻ്റെ ഹിതം നിറവേറ്റിയ തൻ്റെ അമ്മയെക്കുറിച്ച്. പരിശുദ്ധ മറിയവും ഈ ഒരു രഹസ്യമാണ് ചെയ്തത്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. സ്വപുത്രനെ ബലി കഴിക്കുവാൻ നിശ്ചയിച്ചപ്പോഴും മറിയം അവിടെ നിന്ന് ദൈവഹിതം നിറവേറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. വിറ്റുപൻ്റെ ആത്മീയ ജീവിതത്തിൽ അദ്ദേഹത്തെ പരിശുദ്ധ മറിയത്തിൻ്റെ സഹായം ശക്തമായി ഉണ്ടാകുന്ന പല അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബ്രദർ എപ്പോഴും പറയും, നമ്മൾ ഈശോയെ അറിഞ്ഞു വരുമ്പോഴാണ് പരിശുദ്ധ മറിയത്തിലേക്ക് എത്തിച്ചേരുക. കൊളോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 2-3 തിരുവചനത്തിലുണ്ട്, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും രഹസ്യങ്ങളിൽ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ആ രഹസ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഈശോയാണ്. അതാണ് ബ്രദർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ കൃപയിലായിരിക്കുക.
കൃപയുമുണ്ട്, പ്രവൃത്തിയുമുണ്ട്. എങ്ങനെയാണ് നമ്മൾ കൃപയിലായിരിക്കുന്നത്? പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ കൃപയിലായിരുന്നു. മലഹ വന്ന് പരിശുദ്ധ മറിയത്തെ അഭിവാദനം ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. ഈ കൃപയിലേക്ക് നമ്മൾ ഓരോ ദിവസവും വളരേണ്ടിയിരിക്കുന്നു. കൃപ നമ്മളിൽ വരുന്നത് മാനസാന്തരം സംഭവിക്കുമ്പോഴാണ്. കൃപ നമ്മളിൽ വരുന്നത് യേശുവിനെ സ്വന്തമാക്കുമ്പോഴാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മിൽ വന്ന് വാസമുറപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോഴാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 23 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ആരെങ്കിലും എൻ്റെ വചനം അനുസരിച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് വന്ന് അവനിൽ വാസമുറപ്പിക്കും. ഈ ഒരു വാസമുറപ്പിലാണ് പരിശുദ്ധ മറിയത്തിൽ ഉണ്ടായത് എന്ന് വിക്ടർ പലപ്പോഴും വെളിപ്പെടുത്താറുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 35 തിരുവചനത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ ത്രിത്വൈക ദൈവമാണ് മറിയത്തിൽ വന്ന് വാസമുറപ്പിച്ചത്. നമ്മുടെ ആദ്യത്തെ സക്രാരിയായി എലിസബത്തിൻ്റെ അടുത്തേക്ക് യാത്രയാകുകയാണ് ഈശോയായിട്ട്. നമ്മുടെ ആദ്യത്തെ സക്രാരി എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? പരിശുദ്ധ മറിയത്തെയാണ്. തൻ്റെ ഉദരത്തിൽ വഹിച്ച ദൈവപുത്രനെയായിട്ട് മറിയം ശുശ്രൂഷയ്ക്കായി പോവുകയാണ്. മാത്രമല്ല, മറിയത്തിന് വളരെയേറെ കാര്യങ്ങൾ ഹൃദയത്തിൽ മറിയം സംഗ്രഹിച്ചിരുന്നു. ബ്രദർ പറയും ലൂക്കായുടെ സുവിശേഷം 2 അധ്യായം 19 തിരുവചനത്തിൽ, ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള ഒരു കൃപ പരിശുദ്ധ മറിയത്തിൻ്റെതാണ്. ദൈവിക രഹസ്യങ്ങളെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ച് വെളിപ്പെടുത്തിയ വലിയ കാര്യങ്ങളുമായിട്ടാണ് മറിയം എലിസബത്തിൻ്റെ അടുത്തേക്ക് പോവുക. ദൈവം ആ സമയത്ത് മറിയത്തോടൊരു കാര്യം കൂടി വെളിപ്പെടുത്തിയിരുന്നു. നിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. കാരണം മറിയത്തിന് അറിയാമായിരുന്നു എലിസബത്തിന് കുട്ടികളില്ല. നമ്മുടെ ഇന്നത്തെ കാലത്തെ പോലെ അന്ന് ഫോൺ കോളുകളില്ല, ഒന്നും തന്നെ ഇല്ലാത്ത സമയത്ത് മറിയം അത് ആ വിശ്വാസം ശക്തമായി വർദ്ധിപ്പിക്കുന്നതിനും അത് സ്ഥിരീകരിക്കുന്നതിനും വേണ്ടി തൻ്റെ ഇളയമ്മയുടെ അടുത്തേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ്. കർത്താവിൻ്റെ കൃപ നമ്മളിൽ വന്നാൽ ആ തിടുക്കം, ആത്മാവിൻ്റെ രാജ്യത്തിൽ നമുക്കൊരിക്കലും സമയം ഇല്ല എന്നൊരു ചിന്ത, ഈശോയുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഈ സമയം പോരാ എന്ന ഒരു ചിന്ത മറിയത്തിനുണ്ടായിരുന്നു. എന്നാൽ ഈശോയുടെ രാജ്യത്തിൽ വന്ന വിശുദ്ധരെല്ലാം കൂടുതലും ഈ ഭൂമിയിൽ ആയിരുന്ന് സഹിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ ദൈവവചനത്തിനോട് പരിപൂർണ്ണ വിശ്വസ്ത പുലർത്താനും അവരാഗ്രഹിക്കുകയാണ്. മറിയം ഇതുപോലെ വളരെ തിടുക്കത്തിൽ തന്നെ അവിടുന്ന് യാത്രയാകുന്ന ഒരു സന്ദർഭം നമ്മൾ കാണുന്നുണ്ട്. വിട്ടുപേറിൻ്റെ ആ മറിയത്തെക്കുറിച്ച് ബ്രദർ പറയുമ്പോൾ ബ്രദർ എപ്പോഴും പറയുന്നതാണ്, ചില തിന്മയുടെ ശക്തി പല വ്യക്തികളിൽ നിന്നും വിട്ടുപോകാത്ത അവസരങ്ങളിൽ പരിശുദ്ധ മറിയത്തെ വിളിക്കുമ്പോൾ ആ മറിയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഓരോ ആത്മാക്കളെയും നയിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു മാനസാന്തരത്തെക്കുറിച്ച് ബ്രദർ പറയുന്നുണ്ട്. പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥവും അതുപോലെ ബ്രദറിനെ ആദ്യ സമയങ്ങളിലൊക്കെ പരിശുദ്ധ മറിയം ബ്രദറിനെ സംരക്ഷിച്ചതിനെക്കുറിച്ചും ഒരു സംഭവം ബ്രദർ പറയുന്നുണ്ട്. ബ്രദർ ഒരു പള്ളിയിലെ 1 ഡേ പ്രോഗ്രാം കഴിഞ്ഞ് സമയം ഏകദേശം 8 മണിയായി, വൈകിട്ട് ജനങ്ങളെ പ്രാർത്ഥിച്ച് കഷ്ടി തീർന്നേ. പെട്ടെന്ന് ഒരു യുവാവ് ഓടി വന്ന് ബ്രദറിനോട് പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പെട്ടെന്ന് താഴെ വീഴുകയാണ്. ഈശോയുടെ നാമം പറഞ്ഞപ്പോഴേ പള്ളി അടയ്ക്കേണ്ട സമയമായതിനാൽ 8 മണിയായി. കപ്പ്യാർ വന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് പള്ളി അടയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ബ്രദറിന് വ്യക്തിയെ, ഈ യുവാവിനെ റിലീസാക്കാൻ സാധിച്ചില്ല. ബ്രദറും സഹ ശുശ്രൂഷകരും കൂടി ഈ യുവാവിനെ പള്ളിക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ടും ഈ വ്യക്തി റിലീസാകുന്നില്ല. കൂടെ ഉണ്ടായിരുന്നവർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു, വചനങ്ങൾ വായിച്ചു. എന്നിട്ടും അതേപടി ഈ വ്യക്തി റിലീസാകാതെ കിടക്കുകയാണ്. ബ്രദർ കർത്താവിനോട് അപേക്ഷിച്ചു. ബ്രദറിന് പെട്ടെന്ന് ദൈവം ആത്മാവിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥത്തെക്കുറിച്ച്. ബ്രദർ അവിടെ ഉണ്ടായിരുന്ന ഒരു മാതാവിൻ്റെ പിക്ചറിൽ നോക്കിക്കൊണ്ട് ഈ മനുഷ്യനോട് പരിശുദ്ധ മറിയത്തെ വിളിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. പെട്ടെന്ന് ഇദ്ദേഹം എൻ്റെ മാതാവേ എന്ന് വിളിച്ചപ്പോൾ
അദ്ദേഹത്തിന് അനുതാപമുണ്ടാകുകയാണ്. യേശുവിൻ്റെ സ്നേഹം പരിശുദ്ധ മറിയത്തിൽ നിന്ന് ആ വ്യക്തി ശക്തമായിട്ട് അനുഭവിക്കുന്ന ഒരു സംഭവം തൻ്റെ ആന്തരിക നേത്രത്തിലൂടെ കാണുകയാണ്. അതിലൂടെ അദ്ദേഹത്തിന് പരിശുദ്ധ മറിയത്തിലൂടെ അദ്ദേഹത്തിന് വളരെ വലിയ ഒരു മാനസാന്തരം ഉണ്ടാകുകയും ബന്ധനത്തിൽ നിന്ന് റിലീസാകുകയും ചെയ്യുകയാണ്. അപ്പോൾ ബ്രദർ പറയും, പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പല അവസരങ്ങളും പിശാച് വിട്ടുപോകാത്ത സമയങ്ങളിൽ ബ്രദർ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം യാചിക്കാറുണ്ട്. അവരുടെ ചുറ്റിനും ഇരുന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപമാല അർപ്പിക്കുമ്പോൾ ദൈവസ്നേഹം അവരിലേക്ക് ഒഴുകുന്നതും ബ്രദർ അത്ഭുതകരമായി കണ്ടിട്ടുണ്ട്. എപ്പോഴും ബ്രദർ പറയും, ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-4 വരെയുള്ള തിരുവചനത്തിൽ, ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവർ ജീവിക്കും, അവളെ ഉപേക്ഷിക്കുന്നവർ മരിക്കും. യാക്കോബേ, മടങ്ങി വന്ന് അവളെ സ്വീകരിക്കുക, ഇസ്രായേലേ അവളുടെ മാർഗത്തിലേക്ക് വരിക എന്ന് ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. ഈ ദൈവകൽപ്പനകൾ മുഴുവൻ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവപുത്രന് ജന്മം കൊടുത്തവളാണ് പരിശുദ്ധ മറിയം. ഈ മറിയത്തെ നമ്മൾ ഓരോ ദിവസവും മറിയത്തിൻ്റെ മധ്യസ്ഥം നമ്മൾ യാചിക്കണം. മറിയത്തിൻ്റെ മധ്യസ്ഥത്തിലൂടെ തിന്മയുടെ ശക്തിയെ കീഴ്പ്പെടുവാൻ ഇതുവഴി നമുക്ക് സാധിക്കും. ബ്രദർ പലപ്പോഴും പറയാറുണ്ട്, വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 15-17 വരെയുള്ള തിരുവചനത്തിൽ, വെറുതെയിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന് നേരെയാണ് സാത്താൻ്റെ സകല ആക്രമണങ്ങളും ഉണ്ടാകുക. യഥാർത്ഥ സ്നേഹം അനുഭവിക്കുമ്പോഴാണ് പരിശുദ്ധ മറിയത്തെ നമ്മൾ ഏറ്റുപറയുന്നത്. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. യേശുവിൻ്റെ വചനം കാക്കുന്നവർക്കെതിരെ യുദ്ധം ചെയ്യുവാനാണ് സാത്താൻ പുറപ്പെടുക. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ പൂർത്തീകരിച്ചവളാണ് മറിയം. എപ്പോഴും പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ വളരെ നിശബ്ദമായിട്ട് കുരിശിൻ്റെ കീഴിൽ കാത്തു നിന്നവളാണ് പരിശുദ്ധ മറിയം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനത്തിലെ വചനങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട്, ആ ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടി തൻ്റെ പുത്രന് വേണ്ടി കാത്തു നിന്ന മറിയത്തെ നമ്മൾ എപ്പോഴും അനുസ്മരിക്കണം എന്നും ആ മറിയത്തിൻ്റെ കൃപ നമ്മളും സ്വയത്തമാക്കണമെന്നും ബ്രദർ പലപ്പോഴും പറയാറുണ്ട്. ഈ വിശുദ്ധരെല്ലാം വന്നത് പരിശുദ്ധ മറിയത്തിൽ കൂടെയാണ്. ആ മറിയത്തിൻ്റെ സ്നേഹം അനുഭവിച്ചവളാണ്. പ്രഭാഷൻ്റെ പുസ്തകം 24-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഉത്കൃഷ്ടമായ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വിശുദ്ധമായ പ്രത്യാശയുടെയും അമ്മയാണ് ഞാൻ. അതുകൊണ്ട് അവൾ പേര് നൽകിയ എൻ്റെ എല്ലാ മക്കൾക്കും ഞാൻ എന്നെ തന്നെ നൽകുന്നു. ആ പ്രത്യാശയുടെ അമ്മയാണ് പരിശുദ്ധ മറിയം. വിശുദ്ധമായ സ്നേഹത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ മറിയം. ഈ മറിയത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കൃപയിലേക്ക് അടുക്കപ്പെടുകയാണ്, കൃപയോട് ചേരുകയാണ് ചെയ്യുന്നത്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ ആദത്തേനെയും ക്രിസ്തുവിനെയും കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-21 വരെയുള്ള വചനവും, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ 3-11 വരെയുള്ള വചനത്തിലും കൃപ എന്ന് വെച്ചാൽ എന്താണ്, കൃപയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും വെളിപ്പെടുത്തുന്നുണ്ട്. പാപത്തിൻ്റെ മുകളിലാണ് ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകുക. ഈ പാപത്തെ പൂർണ്ണമായിട്ടും നിഹനിച്ച് ഈശോ സ്വയം ഇല്ലാതായി തൻ്റെ മരണത്തിലൂടെ എല്ലാ ആത്മാക്കളെയും ജ്ഞാനസ്നാനപ്പെടുത്തുകയാണ്. അതിലൂടെ ഒരു പുനരുത്ഥാനം ദൈവം സൃഷ്ടിക്കുകയാണ് മനുഷ്യ മക്കളിൽ. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന ഈശോയുടെ ഉത്ഥാനത്തിലൂടെ നമ്മളെല്ലാം അവിടുന്ന് നമ്മളെ സ്വന്തമാക്കി. ഈ സ്വന്തമാക്കിയ ക്രിസ്തുവിനെ ആരാധിക്കപ്പെടുവാൻ, സ്തുതിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ മറിയം എപ്പോഴും ആഗ്രഹിക്കുക. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ കൂടുതൽ കൃപയിൽ വളരുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം. കൃപ നമ്മളിൽ വരുന്നത് മാനസാന്തരം നമ്മളിൽ സംഭവിക്കുമ്പോഴാണ്. ഓരോ പാപങ്ങളും നമ്മൾ എടുത്ത് മാറ്റുമ്പോഴാണ് കൃപ നമ്മളിൽ ഉണ്ടാകുക. പ്രാർത്ഥിച്ച് 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 നമ്മുടെ ആത്മാവിനെ കൃപകൾ കൊണ്ട് നിറയ്ക്കണം.
പരിശുദ്ധ മറിയം ദേവാലയത്തിലിരുന്ന് എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചപ്പോഴാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ വന്ന് നിറഞ്ഞത്. ഭൂമിയിലായിരിക്കുന്ന നമ്മൾക്കും ആ മറിയത്തോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ പരിമളങ്ങളായി മാറുവാൻ, ശിക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളങ്ങളാണ്. ആ പരിമളത്തിൻ്റെ ജോലി എപ്പോഴും ദൈവഹിതം നിറവേറ്റലാണ്. ദൈവത്തിൻ്റെ ഹിതം എന്താണ്? മാനസാന്തരമാണ് ദൈവത്തിൻ്റെ ഹിതം. ആ ദൈവത്തിൻ്റെ ഹിതം പരിപൂർണമായിട്ടും നിറവേറ്റിയവളാണ് പരിശുദ്ധ മറിയം. തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പരിശുദ്ധ മറിയം ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റി. മറിയം നമുക്കിന്ന് ദിവ്യകാരുണ്യമുണ്ട് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനായിട്ട്. ആ ദിവ്യകാരുണ്യത്തെ നമ്മൾ കൂടുതൽ ശക്തിയായി വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിക്ടബർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വിശുദ്ധ വചനവും വിശുദ്ധ കുർബാനയും കൂടി ഒന്നിച്ചാകുമ്പോൾ അതിനുള്ള ഒരു ആത്മീയ ശക്തി വളരെ വലുതാണ്. ബ്രദർ ഒത്തിരി ആഗ്രഹിച്ചതാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച്. വിക്ടബറിന് ദൈവം കൊടുത്തൊരു വലിയ അനുഗ്രഹമായിരുന്നു. ഓരോ ദിവസങ്ങളിലെയും ശുശ്രൂഷകൾ പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം പരിശുദ്ധ മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തിയത് പോലെ ബ്രദർ പറയും, സകല മഹത്വവും ദൈവത്തിന് ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ ശുശ്രൂഷ പൂർത്തിയാക്കുക. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം തിരുവചനത്തിലും എല്ലാ മഹത്വവും ആരാധനയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ ദിവസത്തെയും ശുശ്രൂഷ അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നത്. ശുശ്രൂഷകൾ തീരുമ്പോൾ അദ്ദേഹം പരിശുദ്ധ മറിയത്തിൻ്റെ സംരക്ഷണം സ്വീകരിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ആ പ്രാർത്ഥനയിലൂടെ എല്ലാവർക്കും ഒരു സംരക്ഷണം അദ്ദേഹം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമ്മളും പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാൻ നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം.